Hello everyone, welcome back to Learn Cymatics. ഇന്ന് നമ്മൾ സാനിറ്ററി കെമിസ്ട്രിന്റെ സിലബസിൽ വരുന്ന ഫിസിക്കൽ കെമിസ്ട്രിയിലെ ആസിഡ് ബേസ് കെമിസ്ട്രി എന്ന് പറയുന്ന ടോപ്പിക് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് അരീനിയസ് കൺസെപ്റ്റ് ആണ്. അരീനിയസ് കൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്. അപ്പോൾ അരീനിയസ് ആസിഡിനെയും ബേസിനെയും എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തതെന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ പഠിക്കേണ്ടത്. അപ്പോൾ അരീനിയസിന്റെ തിയറി പ്രകാരം acids are substances that dissociates in water to give hydrogen ions and bases are substances that produce hydroxyl ions. അപ്പോൾ വാട്ടറിൽ ഏതൊരു പദാർത്ഥമാണോ H+ തരുന്നത് അതിനെ ആസിഡ് എന്നും ആരാണോ OH- തരുന്നത് അതിനെ ബേസ് എന്നുമാണ് നമ്മുടെ അരീനിയസ് ക്ലാസിഫൈ ചെയ്തത്. അപ്പൊ നമ്മൾ എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ HCl, HNO3, H2SO4, H3PO4, HCH3COH ഇതിലൊക്കെ നമ്മൾ H+ അയോൺസ് കാണാം നമുക്ക്. അതായത് അക്വസ് സൊല്യൂഷനിൽ ഇവരൊക്കെ ഹൈഡ്രജൻ അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്? അരീനിയസ് ആസിഡ് ആണ്. അതേസമയം NaOH, CaOH twice, KOH, MgOH twice ഇതിലൊക്കെ എന്താണ്? OH- അയോൺ ഉണ്ട്, ഹൈഡ്രോക്സിൽ അയോൺ ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്? അരീനിയസ് ബേസ് ആണ്. ഓക്കെ, അപ്പൊ അരീനിയസ് തിയറി പ്രകാരം H+ റിലീസ് ചെയ്യുന്ന ഒരാള് ആസിഡും OH- റിലീസ് ചെയ്യുന്ന ഒരാള് ബേസുമാണ്. ഇത് തന്നെ അക്വസ് സൊല്യൂഷനിലാണ് പറയുന്നത്. അപ്പൊ അരീനിയസ് കൺസെപ്റ്റിന്റെ ഒരു ലിമിറ്റേഷൻ കൂടിയാണ് എന്ത്? ഈ ഒരു പോയിന്റ്. അതായത് അക്വസ് സൊല്യൂഷൻസിൽ മാത്രമാണ് ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. വേറൊരു കാര്യം പറയുന്നത് OH- ഇല്ലാത്ത ബേസുകളും ഉണ്ട്. അപ്പൊ അതിനെ പറ്റിയൊന്നും അരീനിയസ് തിയറിയിൽ പരാമർശിക്കുന്നില്ല. അപ്പൊ അതും അതിന്റെ ഒരു ലിമിറ്റേഷൻ ആണ്. അപ്പൊ അരീനിയസ് കൺസെപ്റ്റിൽ അക്വസ് സൊല്യൂഷൻസിന്റെ കേസ് മാത്രമേ പറയുന്നുള്ളൂ. അതേപോലെ തന്നെ OH- ഇല്ലാത്ത ഒരു ബേസിനെ പറ്റിയിട്ട് അദ്ദേഹം പരാമർശിക്കുന്നില്ല. അപ്പൊ ഇത് രണ്ടും അതിന്റെ ഒരു ലിമിറ്റേഷൻ ആണ്. അപ്പം ആസിഡ്സിനെയും ബേസിനെയും ഡിഫൈൻ ചെയ്യാനായിട്ട് കുറെ തിയറികൾ ഉണ്ട്. അപ്പൊ നമ്മൾ ആ തിയറിയിൽ എങ്ങനെയാണ് ആസിഡിനെയും ബേസിനെയും ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്നും പഠിക്കുക. അതേപോലെ തന്നെ എക്സാമ്പിൾസും പഠിക്കാം. ഇതിപ്പോ നമുക്ക് എളുപ്പമാണ്. H+ ഉള്ള ഒരാൾ ആസിഡ് എന്നും OH- ഉള്ള ഒരാൾ ബേസ് എന്നും നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാനായിട്ട് പറ്റും. അപ്പൊ ഇത് അരീനിയസ് കൺസെപ്റ്റ് ആണെന്ന് ഓർക്കാം. അപ്പൊ നമുക്ക് അടുത്ത കൺസെപ്റ്റ് നോക്കാം. Bronsted-Lowry acids and bases. Jonas Bronsted and Thomas M. Lowry ഈ രണ്ട് സയന്റിസ്റ്റുകളാണ് ലൗറി ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റ് അല്ലെങ്കിൽ ബ്രോൺസ്റ്റഡ്-ലോറി ആസിഡ്സ് ആൻഡ് ബേസസ് എന്ന് പറയുന്ന തിയറി കൊണ്ടുവന്നത്. അപ്പൊ ഇവരുടെ തിയറി പ്രകാരം ആസിഡ്സ് പ്രോട്ടോൺ ഡോണേഴ്സും ബേസസ് പ്രോട്ടോൺ ആക്സെപ്റ്റേഴ്സുമാണ്. അപ്പൊ പ്രോട്ടോണിനെ ബേസ് ചെയ്തിട്ടാണ് ഈ തിയറി പറയുന്നത്. അപ്പൊ പ്രോട്ടോൺ വരുമ്പോൾ ലോറി ബ്രോൺസ്റ്റഡ് തിയറി ആണെന്ന് നോക്കാം. ആസിഡ്സ് എന്ന് പറയുന്നത് പ്രോട്ടോണിനെ കൊടുക്കുന്ന ആള്, ഡൊണേറ്റ് ചെയ്യുന്ന ആൾ. ബേസസ് എന്ന് പറയുന്നത് പ്രോട്ടോണിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾ. അപ്പൊ നമുക്ക് അമോണിയയുടെ ഒരു റിയാക്ഷൻ നോക്കാം വാട്ടറുമായിട്ട്. അപ്പൊ NH3 വാട്ടറും കൂടെ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും അമോണിയ അവിടെ എന്താണ്? പ്രോട്ടോണിനെ ആക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുക. എന്നിട്ട് NH4+ ആയിട്ട് മാറും. വാട്ടർ ആണെങ്കിൽ അമോണിയ ബേസ് ആയതുകൊണ്ട് വാട്ടർ അവിടെ എന്താണ്? ആസിഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. അപ്പൊ വാട്ടർ എന്ത് ചെയ്യും? പ്രോട്ടോൺ റിലീസ് ചെയ്തിട്ട് OH- ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇവിടെ പ്രോട്ടോൺ ആക്സെപ്റ്റ് ചെയ്യുന്ന അമോണിയ ഒരു ബേസും പ്രോട്ടോണിനെ റിലീസ് ചെയ്യുന്ന ഡൊണേറ്റ് ചെയ്യുന്ന വാട്ടർ ഒരു ആസിഡുമാണ്. ഓക്കെ, ഇനി ഒരു പോയിന്റും കൂടെ ഈ ഒരു കൺസെപ്റ്റിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ടത് കോൺജുഗേറ്റ് ആസിഡ് ബേസ്. അതായത് ബേസിൽ നിന്നും, ഇവിടുത്തെ ബേസ് ആരാണ്? NH3. ബേസിൽ നിന്നും ഒരു H+ ആക്സെപ്റ്റ് ചെയ്തിട്ട് ഉണ്ടാകുന്ന കറസ്പോണ്ടിങ് ആസിഡ്, അതാണ് ഇവിടത്തെ കോൺജുഗേറ്റ് ആസിഡ്. ഓക്കെ, ബേസിൽ നിന്നും H+ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാകുന്ന കോൺജുഗേറ്റ് ആസിഡ്. അതേപോലെ തന്നെ ആസിഡിൽ നിന്നും പ്രോട്ടോൺ പോയിട്ടുണ്ടാകുന്നത് കോൺജുഗേറ്റ് ബേസും. അതിന് എളുപ്പത്തിന് വേണ്ടി നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. NH3 ഒരു ബേസ് ആണ്. NH3 ബേസ് ആയതുകൊണ്ട് തന്നെ പ്രോട്ടോണിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അത് NH4+ ആയിട്ട് മാറുന്നു. ഇനി നമ്മൾ NH4+ന്റെ ഒരു നേച്ചർ ആലോചിച്ച് നോക്കൂ. NH4+ എന്താണ്? പ്രോട്ടോൺ റിലീസ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ അതൊരു ആസിഡ് ആണ്. NH4+ എങ്ങനെയാണ് ഉണ്ടായത്? ഇവിടുന്ന് അമോണിയയിൽ നിന്ന്. അപ്പോ ബേസിൽ നിന്നും ഉണ്ടാകുന്നതാണ് കോൺജുഗേറ്റ് ആസിഡ്, ആസിഡിൽ നിന്നും ഉണ്ടാകുന്നതാണ് അതിന്റെ കോൺജുഗേറ്റ് ബേസ്. അപ്പൊ ചിലപ്പോൾ നമുക്കൊരു കോമ്പൗണ്ട് തന്നിട്ട്, മോളിക്യൂൾ തന്നിട്ട് അതിന്റെ കോൺജുഗേറ്റ് ആസിഡ് ബേസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുകയാണെങ്കിൽ ഈ രീതിയിൽ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് പഠിക്കുക കേട്ടോ. അപ്പൊ ബേസിൽ നിന്നും ഒരു
എച്ച് പ്ലസ് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാകുന്നത് കോൺജുഗേറ്റ് ആസിഡ്. ഇതിനെ നമ്മൾ ആസിഡ് എന്ന് പറയാൻ കാരണം എന്താ? ഇത് എച്ച് പ്ലസിനെ ഡൊണേറ്റ് ചെയ്യും. ഓക്കെ, ആസിഡിൽ നിന്നും ഒരു എച്ച് പ്ലസ് പോയിട്ട് ഉണ്ടാകുന്നത് കോൺജുഗേറ്റ് ബേസ്. ബേസ് എന്ന് നമ്മൾ ഇതിനെ എന്തുകൊണ്ടാ പറയുന്നത്? കാരണം ഇയാൾക്ക് ഒരു എച്ച് പ്ലസിനെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഏതൊരു കോമ്പൗണ്ട് തന്നാലും നമുക്ക് അതിന്റെ കോൺജുഗേറ്റ് ആസിഡും ബേസും എഴുതാനായിട്ട് പറ്റണം. ഓക്കെ, ഈ രീതിയിൽ പഠിക്കാം. പിന്നെ ഒരു പോയിന്റ് ഓർത്തിരിക്കുക, കോൺജുഗേറ്റ് ബേസ് ഓഫ് എ സ്ട്രോങ് ആസിഡ് ഇസ് എ വീക്ക് ബേസ്. സ്ട്രോങ് ആസിഡിന്റെ കോൺജുഗേറ്റ് ബേസ് വീക്ക് ബേസ് ആയിരിക്കും. ഓക്കെ, തിരിച്ചും മറിച്ചും നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ബേസ് ഓഫ് എ സ്ട്രോങ് ആസിഡ് ഇസ് എ വീക്ക് ബേസ്, ആസിഡ് ഓഫ് എ സ്ട്രോങ് ബേസ് ഇസ് എ വീക്ക് ആസിഡ്. അപ്പൊ ഒരെണ്ണം പഠിക്കാം. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഒരു എക്സാമ്പിൾ വീണ്ടും ഇത് വെച്ചിട്ട് ഞാൻ പറയാം. അമോണിയ ഒരു സ്ട്രോങ് ബേസ് ആണ്. സ്ട്രോങ് ബേസിൽ നിന്നും ഉണ്ടാകുന്ന ആസിഡ് ഒരു വീക്ക് ആസിഡ് ആയിരിക്കും. ഓക്കെ, അപ്പോ സ്ട്രോങ് ആസിഡിൽ നിന്നും ഉണ്ടാകുന്നത് വീക്ക് ബേസും സ്ട്രോങ് ബേസിൽ നിന്നും ഉണ്ടാകുന്നത് വീക്ക് ആസിഡും ആയിരിക്കും. ഓക്കെ, ഒരുപാട് കേൾക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരുന്നേ ഉള്ളൂ. നമ്മൾ ഒരൊറ്റ സെന്റൻസ് മാത്രം പഠിക്കുക. അപ്പൊ എങ്ങനെ ചോദിച്ചാലും നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ, ഇനി എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് പ്രകാരം നമ്മുടെ HNO3, NH4+, H3O+, അതായത് പ്രോട്ടോണിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ആരും ഒരു ആസിഡ് ആണ്, പ്രോട്ടോണിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആരും ഒരു ബേസ് ആണ് കേട്ടോ. അപ്പൊ ആ രീതിയിൽ നമുക്ക് ലോറി ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റിലെ എക്സാമ്പിൾസ് വെച്ചിട്ട് പഠിക്കാം. അതേപോലെ ഇതിൽ പ്രത്യേകമായിട്ടും പഠിക്കാം കോൺജുഗേറ്റ് ആസിഡും ബേസും എഴുതാൻ കേട്ടോ. അപ്പൊ ഒരു റിയാക്ഷൻ വെച്ചിട്ട് അർത്ഥം മനസ്സിലാക്കിയിട്ട് പഠിക്കാം. ഓക്കെ, ഈ ഒരു തിയറിയുടെ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ പ്രോട്ടോൺ അതായത് പ്രോട്ടിക് സോൾവെന്റ്സ് അല്ലാത്ത ഒരു കേസിൽ ആസിഡ് ബേസ് ബിഹേവിയർ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. എപ്പോഴും പ്രോട്ടോണിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ പ്രോട്ടോൺ ഇല്ലാത്ത ഒരു ആളുടെ ആസിഡ് ബേസ് നേച്ചറും അതേപോലെ പ്രോട്ടിക് അല്ലാത്ത ഒരു സോൾവെന്റിൽ ആസിഡ് ബേസ് നേച്ചർ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു തിയറിക്ക് പറ്റിയിട്ടില്ല. അപ്പൊ പ്രോട്ടോണിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് ലോറി ബ്രോൺസ്റ്റഡ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ഇറ്റ് ഫെയിൽസ് ടു എക്സ്പ്ലെയിൻ ദ അസിഡിക് നേച്ചർ ഓഫ് പ്രോട്ടോൺ-ലെസ് കോമ്പൗണ്ട്സ് ലൈക്ക് AlCl3, FeCl3, BF3. Also, it did not explain the acid-base behavior in aprotic solvents such as benzene. Okay, അപ്പൊ പ്രോട്ടോണിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് ഈ ലോറി ബ്രോൺസ്റ്റഡ് തിയറി പറയുന്നത്. അപ്പൊ അതല്ലാത്ത ഒരു കാര്യം ഒന്നും ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പൊ അതൊരു ഡ്രോബാക്ക് ആണ് കേട്ടോ. അപ്പൊ ഓരോ തിയറിയിലും എന്തിനെ പറ്റിയാണ് പറയുന്നതെന്നും അതിന്റെ എക്സാമ്പിൾസും പോയിന്റ്സും ഒക്കെ കൃത്യമായിട്ട് പഠിക്കാം കേട്ടോ. അപ്പൊ നമ്മൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഈ ആസിഡ് ബേസ് കെമിസ്ട്രി. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് തിയറി നോക്കാം. ലൂയിസ് തിയറി, ലൂയിസ് ആസിഡ്സ് ആൻഡ് ബേസസ്. ലൂയിസ് തിയറി ഇലക്ട്രോണിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് പറയുന്നത്. അപ്പൊ ഇലക്ട്രോൺ പെയറിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് പറയുന്നത്. അപ്പോൾ പ്രോട്ടോൺ ആണെങ്കിൽ ലോറി ബ്രോൺസ്റ്റഡ് കേട്ടോ, ഇലക്ട്രോണിനെ പറ്റിയിട്ടാണ് പറയുന്നതെങ്കിൽ ലൂയിസ് ആസിഡ് ബേസ്. അപ്പൊ നോക്കൂ, ആസിഡ്സ് ആർ ഇലക്ട്രോൺ പെയർ ആക്സെപ്റ്റേഴ്സ്. ഇലക്ട്രോൺ പെയറിനെ ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ് ലൂയിസ് ആസിഡ്. ബേസസ് ആർ ഇലക്ട്രോൺ പെയർ ഡോണേഴ്സ്. ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യുന്ന ആളാണ് ലൂയിസ് ബേസ്. ഒരു എക്സാമ്പിൾ നോക്കാം. BF3 NH3 തമ്മിലുള്ള ഒരു റിയാക്ഷൻ. NH3യുടെ നൈട്രജന്റെ കയ്യിൽ ലോൺ പെയർ ഉണ്ട്. അപ്പൊ നൈട്രജൻ ആ ലോൺ പെയർ ഡൊണേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്ന ആളാരാണ്? ലൂയിസ് ബേസ്. അപ്പൊ ഇവിടെ NH3 ആരാണ്? ലൂയിസ് ബേസ്. BF3 ഒരു ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അയാൾക്ക് ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് അയാൾ ഒരു ലൂയിസ് ആസിഡ് ആണ് കണ്ടോ. അപ്പോ അമോണിയ ഇലക്ട്രോണിനെ കൊടുക്കുന്നു, BF3 ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോ ഇലക്ട്രോൺ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആരും ലൂയിസ് ആസിഡ് ആണ്. അപ്പോ ശ്രദ്ധിക്കുക, ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാര്, പോസിറ്റീവ് ചാർജ് ഉള്ളവര്, കാർബോകാറ്റയോൺസ്, ഇതൊക്കെ എന്താണ്? ലൂയിസ് ആസിഡിൽ പെടും. അപ്പൊ ജനറൽ ആയിട്ട് പഠിച്ചു വെക്കാം. കാരണം എല്ലാ എക്സാമ്പിൾ ഒന്നും നമുക്ക് കാണാതെ പഠിക്കാനായിട്ട് പറ്റില്ല. ചിലതൊക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടി വരും. അപ്പൊ ഇലക്ട്രോൺ പെയറിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ ആരും ഒരു ലൂയിസ് ആസിഡ് ആണ്. അപ്പൊ അത് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ളവരാവാം. BCl3, AlCl3, BF3 പോലെയുള്ള ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ളവര് ലൂയിസ് ആസിഡിൽ വരും. പ്ലസ് ചാർജ് ഉള്ളവര് ലൂയിസ് ആസിഡിൽ വരാം. കാർബോകാറ്റയോൺസും ലൂയിസ് ആസിഡിൽ വരാം. ഓക്കെ, ഇനി ഇതിന്റെ നേരെ വിപരീതം. ബേസ് എന്ന് പറയുമ്പോൾ
എന്താണ് ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്യും. ഡൊണേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് എന്താവും, കുറെ ഇലക്ട്രോൺസ് എക്സസ് ഉണ്ടാവും. അപ്പം ലോൺ പെയർ ഉള്ളവര്, മൈനസ് ചാർജ് ഉള്ളവര് ഒക്കെ എന്താണ്, ബേസ് ആണ്. അപ്പൊ അത് കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഇലക്ട്രോൺ പെയർ, ആക്സെപ്റ്റർ ആസിഡ്, ആക്സെപ്റ്റർ ആസിഡ് AA. ഓക്കെ, ഇലക്ട്രോൺ പെയർ ഡൊണേറ്റ് ചെയ്യുന്ന ആള് ബേസുമാണ്. ഓക്കെ, എക്സാമ്പിൾസ് അടക്കം മനസ്സിലാക്കിയിട്ട് പഠിക്കാം. നെക്സ്റ്റ് നമുക്ക് HSAB പ്രിൻസിപ്പിൾ, ഹാർഡ് ആൻഡ് സോഫ്റ്റ് ആസിഡ് ബേസ് പ്രിൻസിപ്പിൾ. അപ്പൊ SHAB എന്നും HSAB എന്നും എങ്ങനെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ ഈ ഒരു തിയറി എന്ന് പറയുന്നത് റാൽഫ് ജി പിയേഴ്സൺ പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ലൂയിസ് കൺസെപ്റ്റ് പ്രകാരം ആസിഡിന്റെയും ബേസിന്റെയും സ്ട്രെങ്ത് മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ കുറച്ചും കൂടെ ആധികാരികമായിട്ട് ആസിഡിനെയും ബേസിനെയും പറ്റിയുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ഒക്കെ കൊണ്ടുവന്നതാണ് ഈ HSAB പ്രിൻസിപ്പിൾ. അപ്പൊ ഈ ലൂയിസ് കൺസെപ്റ്റിന്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് ഈ ഒരു പോയിന്റ് വേണമെങ്കിൽ ഓർക്കാം കേട്ടോ. ഇറ്റ് കുഡ് നോട്ട് മെഷർ ദ സ്ട്രെങ്ത് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്. ഓക്കെ, HSAB പ്രിൻസിപ്പിളിൽ ഡീപ്പായിട്ട് നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടില്ല, ഇൻട്രൊഡക്ഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതിൽ ഹാർഡ് ആൻഡ് സോഫ്റ്റ് ആസിഡ് ബേസിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്നും എക്സാമ്പിൾസും ആണ് നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ഒരു തിയറി എന്ന് പറയുന്നത് കോംപ്ലക്സിന്റെ സ്റ്റെബിലിറ്റി, അതിന്റെ റിയാക്ഷൻ മെക്കാനിസം, ആ റിയാക്ഷന്റെ പാത്ത് വേ, ഇതിനെ പറ്റി എല്ലാമാണ് ഈ ഒരു തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, സ്റ്റെബിലിറ്റി ഓഫ് കോംപ്ലക്സ്, റിയാക്ഷൻ മെക്കാനിസം ആൻഡ് പാത്ത് വേ. ഓക്കെ, അപ്പൊ ഈ തിയറി പ്രകാരം നമ്മൾ ലൂയിസ് ആസിഡ് ബേസ് എന്നുള്ള ബ്രോഡ് കൺസെപ്റ്റ് മാറ്റി കുറച്ചും കൂടെ അതിനെ ഫർദർ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? ഹാർഡ്, സോഫ്റ്റ്, ബോർഡർ ലൈൻ എന്നിങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഹാർഡ് ആസിഡും ബേസും ഉണ്ട്, സോഫ്റ്റ് ആസിഡ് ബേസും ഉണ്ട്, ഇതേപോലെ തന്നെ ബോർഡർ ലൈൻ എന്ന് പറയുമ്പോൾ ഇതിന് രണ്ടിന്റെ ഇടയിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണെന്ന് നോക്കാം. ഹാർഡ് ആസിഡ്സ് ഇന്ററാക്ട് സ്ട്രോങ്ലി വിത്ത് ഹാർഡ് ബേസ്. ആ ഒരു പോയിന്റ് ശ്രദ്ധിക്കാം. ഹാർഡ് ആസിഡ്സ് എപ്പോഴും ഹാർഡ് ബേസുമായിട്ട് സ്ട്രോങ്ലി ഇന്ററാക്ട് ചെയ്തിട്ട് സ്റ്റേബിൾ അയോണിക് കോംപ്ലക്സ് തരും. അപ്പൊ ഹാർഡ് ആസിഡ് പ്ലസ് ഹാർഡ് ബേസ്, സ്റ്റേബിൾ അയോണിക് കോംപ്ലക്സ്. ഇതേപോലെ തന്നെ സോഫ്റ്റ് ആസിഡും സോഫ്റ്റ് ബേസും കൂടെ കോവലന്റ് കോംപ്ലക്സ് തരും. അപ്പൊ ഹാർഡും ആണ് എപ്പോഴും ഇന്ററാക്ട് ചെയ്യുള്ളൂ സ്ട്രോങ് ആയിട്ട്, സോഫ്റ്റും അത് ഓർത്ത് വെക്കുക കേട്ടോ. സോഫ്റ്റ് ആസിഡും സോഫ്റ്റ് ബേസുമാണ് ഇന്ററാക്ട് ചെയ്യുന്നത്. ഈ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്, ഈ ലാസ്റ്റത്തെ പോയിന്റ്. ഓക്കെ, അപ്പൊ അതനുസരിച്ച് നമുക്ക് നോക്കാം ഹാർഡ് ആസിഡ് ബേസിന്റെ ഒക്കെ പ്രോപ്പർട്ടീസ് എന്താണെന്ന് നോക്കാം. ഹാർഡ് ആസിഡ് എന്ന് പറയുമ്പോൾ ഇതിൽ നമുക്ക് ഇപ്പൊ എല്ലാം കാണാതെ പഠിക്കണം എന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റ് ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ ഹാർഡ് ആസിഡ് എന്ന് പറയുമ്പോൾ സ്മോൾ സൈസും ഹൈ പോസിറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടാവുക. ഇലക്ട്രോ നെഗറ്റിവിറ്റിയും പോളറൈസബിലിറ്റിയും കുറവായിരിക്കും. ഹൈ എനർജി ലൂമോ, അതായത് ലോവസ്റ്റ് അൺഒക്യുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റൽ ഹൈ എനർജി സ്റ്റേറ്റിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അതേപോലെ ഇവര് അയോണിക് ഇന്ററാക്ഷൻസ് ആണ്, ഈസിലി ഓക്സിഡൈസ് ചെയ്യാനായിട്ട് പറ്റാത്തവരാണ്. അപ്പൊ അതാണ് ഹാർഡ് ആസിഡ്. ഓക്കെ, ഇനി ഹാർഡ് ബേസിലേക്ക് വരുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. ഈ നോട്ട് ഈസിലി ഓക്സിഡൈസ്ഡും അയോണിക്കും സെയിം ആണ്. ഈ ഹൈ എനർജി ലൂമോ എന്നുള്ളത് ഹോമോ എന്താണ്? ഹൈയസ്റ്റ് ഒക്യുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റൽ. ഓക്കെ, അപ്പൊ ഹൈ എനർജി ലൂമോ എന്നുള്ളത് ഹോമോ എവിടേക്ക് വരുമ്പോൾ ആസിഡ് ബേസ് ആവുമ്പോൾ. സ്മോൾ സൈസ് തന്നെയാണ്. ഓക്കെ, ഹൈ പോസിറ്റീവ് ചാർജ്, ഇവിടെ പക്ഷെ നെഗറ്റിവിറ്റി കൂടുതലാണ്. ഇവിടെ നമ്മൾ നെഗറ്റിവിറ്റി കുറവെന്ന് പറഞ്ഞു, ഇവിടെ കൂടുതലാണ്. ഇനി പോളറൈസബിലിറ്റി കുറവ് തന്നെയാണ്, വീക്ക് ആണ്. ഓക്കെ, അപ്പൊ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ കേട്ടോ. ഇനി ഹാർഡ് ആസിഡും സോഫ്റ്റ് ആസിഡും നോക്കുകയാണെങ്കിൽ ഇത് ലാർജ് സൈസ് ആണെങ്കിൽ ഇതെന്താവും, ഇത് സ്മോൾ സൈസ് ആണെങ്കിൽ ഇതെന്താവും, ലാർജ് സൈസ് ആയിരിക്കും. ഇവിടെ ഹൈ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ലോ പോസിറ്റീവ് ചാർജ്. ഇവിടെ ഈസിലി ഓക്സിഡൈസ്ഡ്, ലോ എനർജി ലൂമോ, ഇന്റർമീഡിയറ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി ആൻഡ് ദേ ഫോം കോവാലന്റ് ഇന്ററാക്ഷൻസ്. ഓക്കെ, ഇനി സോഫ്റ്റ് ബേസ് ആണെങ്കിലും ലാർജ് സൈസ്, ലോ പോസിറ്റീവ് ചാർജ്, ഇന്റർമീഡിയറ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി, ഹൈ പോളറൈസബിലിറ്റി ആൻഡ് കോവാലന്റ് ഇൻ നേച്ചർ, ഈസിലി ഓക്സിഡൈസ്ഡ്, ലോ എനർജി ഹോമോ. കേട്ടോ, അപ്പൊ ബേസ് ആണെങ്കിൽ എപ്പോഴും ഹൈയസ്റ്റ് ഒക്യുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റൽ, ഹോമോന്റെ കേസാണ് നമ്മൾ പറയേണ്ടത്. ആസിഡ് ആണെങ്കിൽ ലൂമോന്റെ കേസാണ് പറയുന്നത്. അങ്ങനെയൊക്കെ നമുക്കൊന്ന് റിലേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ പഠിക്കാം. അപ്പൊ നാലും സെപ്പറേറ്റ് കാണാപ്പാടം പഠിച്ചാൽ നമുക്ക് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവും. അപ്പം
ഒരെണ്ണം പഠിച്ചിട്ട് മറ്റുള്ളത് അതനുസരിച്ച് റിലേറ്റ് ചെയ്തിട്ട് പഠിക്കുകയാണ് എളുപ്പം. ചിലപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടീസ് ഒക്കെ തന്നിട്ട് ചോദിക്കാം, ഓക്കെ ഇത് ഹാർഡ് ആസിഡിന്റെ പ്രോപ്പർട്ടി എന്താണെന്നോ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് തന്നിട്ട് ഇതിൽ സോഫ്റ്റ് ആസിഡിന്റെ എന്താണെന്നോ എങ്ങനെയൊക്കെ വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് പ്രോപ്പർട്ടീസ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പഠിച്ചിരിക്കാം. അപ്പൊ ഈ ഒരു സ്വഭാവമുള്ളവരെയൊക്കെ നമുക്ക് എന്ത് വിളിക്കാം? ഒരു ഹാർഡ് ആസിഡ് എന്ന് വിളിക്കാം. അങ്ങനെയാണ് താരതമ്യം ചെയ്യുന്നത്. ഓക്കെ, ഹാർഡും സോഫ്റ്റും തമ്മിൽ. ഇനി നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഹാർഡും സോഫ്റ്റും ഉണ്ട്, ബോർഡർ ലൈനും ഉണ്ട്. അതായത് ഇതിന്റെ ഇടയിൽ വരുന്നതും ഉണ്ട് കേട്ടോ, ബോർഡർ ലൈൻ. അപ്പൊ എല്ലാ എക്സാമ്പിൾസും നമുക്ക് കാണാപ്പാഠം പഠിക്കാൻ പറ്റില്ല, ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പ്രോപ്പർട്ടീസ് ആ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നവര് ഈ ഒരു കാറ്റഗറിയിൽ പെടും എന്നുള്ളത് ഓർക്കാം. കണ്ടോ, അപ്പൊ H+, Na+ ഒക്കെ ഹാർഡ് ആയിട്ടുള്ള ആസിഡ് ആണ്. അതേപോലെ OH- F- ഒക്കെ ഹാർഡ് ആയിട്ടുള്ള ബേസ് ആണ്. ഇനി Fe2+, CO2+, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക് അവരൊക്കെ ബോർഡർ ലൈനിൽ വരും. NO2-, SO3- ബോർഡർ ലൈൻ. ഇതൊരു ബോർഡർ ലൈൻ ബേസ്, ഇത് ബോർഡർ ലൈൻ ആസിഡ്, അങ്ങനെയാണ് കേട്ടോ. അതേപോലെ സോഫ്റ്റ് ആസിഡ്സിൽ വരുന്നതാണ് കോപ്പർ പ്ലസ്, Cu+, Ag+, Au+ ഒക്കെ. ഇവിടെ 2+ ആയിരുന്നേ, ഇത് പ്ലസ് ആണ്. ഓക്കെ, അപ്പൊ എല്ലാ എക്സാമ്പിളും നമുക്ക് കാണാതെ പഠിക്കാൻ പറ്റില്ല, ഏകദേശം ഒക്കെ അവരുടെ പ്രോപ്പർട്ടി വെച്ചിട്ട് ഒന്ന് ഓടിച്ച് പഠിക്കാം. ഓക്കെ, അപ്പം HSAB പ്രിൻസിപ്പിളിന്റെ കേസിൽ നമ്മൾ ആ ഒരു ഹാർഡ് ആസിഡും ഹാർഡ് ബേസും കൂടെ ഇന്ററാക്ട് ചെയ്യും. ആ ഒരു പോയിന്റ് നോട്ട് ചെയ്യുക. അതേപോലെ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് കൃത്യമായിട്ട് പഠിക്കുക. എങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഹാർഡ് എന്ന് വിളിക്കുന്നത്, എങ്ങനെയുള്ളവരെയാണ് സോഫ്റ്റ് എന്ന് വിളിക്കുന്നത്, അതൊക്കെ പഠിച്ചിരിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് അതിന്റെ തിയറികൾ, എക്സാമ്പിൾസ്, ക്യാരക്ടറിസ്റ്റിക്സ് കേട്ടോ. സയന്റിസ്റ്റുകളുടെ പേരും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തു വയ്ക്കുക. നമ്മുടെ ആ തിയറിയുടെ പേരിൽ തന്നെ എല്ലാവരുടെയും പേര് മിക്കവാറും പറയുന്നുണ്ട്, എന്നിരുന്നാലും ആ പേരുകളും കൂടെ ഒന്ന് ഓർത്തു വയ്ക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സസ് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമന്റ്സിൽ അറിയിക്കുക. അപ്പൊ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.